സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ. സോ സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ കൊടുക്കുന്ന വേജസിന് പുറമേ ആയിട്ട് കൊടുക്കുന്ന അഡീഷണൽ കോമ്പൻസേഷനെയാണ് സപ്ലിമെൻ്ററി കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വേജ് സ്ട്രക്ചറിൽ സപ്ലിമെൻ്ററി കോമ്പൻസേഷനും ഈക്വൽ ആയിട്ടുള്ള, അതായത് ബേസ് കോമ്പൻസേഷനെ പോലെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണുള്ളത്. സോ അതിനെയാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. Okay, so an incentive is a plan or program to motivate individual for good performance. An incentive is most frequently built on monetary rewards. Organizations use incentive system to motivate their employees. So normal wagesന് പുറമേ ആയിട്ട്, അതായത് നോർമൽ വേജസ് അല്ലെങ്കിൽ നോർമൽ സാലറിക്ക് പുറമേ ആയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻസെൻറ്റീവ് സ്കീം ഉള്ളത്. ഓക്കെ, സോ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ബിൽഡ് ഓൺ മോണിറ്ററി റിവാർഡ്സ്. മോണിറ്ററി ഫോമിൽ നമ്മൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റിനെയാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇൻസെൻറ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡ്യൂസസ് വർക്കേഴ്സ് ഫോർ ഹയർ എഫിഷ്യൻസി ആൻഡ് മോർ ഔട്ട്പുട്ട്. ഇറ്റ് ഇൻക്രീസസ് ദ ഏർണിങ്സ് ഓഫ് എംപ്ലോയീസ്. അതായത് വേജസിനേക്കാളും കൂടുതലായിട്ട് ആയിരിക്കും ചിലപ്പോൾ ഇൻസെൻറ്റീവ്സ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ ഏർണിങ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ഇൻസെൻറ്റീവ്സ് ലീഡ്സ് ടു മിനിമം പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ആസ് ദർ ഈസ് എൻ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ആൻഡ് ഗ്രേറ്റർ ഔട്ട്പുട്ട്. എഫിഷ്യൻസി കൂടുന്നത് കൊണ്ട് ഈ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നത് വഴി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓരോ പെർ യൂണിറ്റ് കോസ്റ്റിൽ കുറവുണ്ടായിരിക്കും. ഓക്കെ, അവർ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ മാനേജേഴ്സിൻ്റെ സൂപ്പർവിഷൻ്റെ ടൈം നമുക്ക് കുറേ അധികം കുറയ്ക്കാൻ വേണ്ടി പറ്റും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസെൻറ്റീവ് സിസ്റ്റം. അതേസമയം ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പോൾ എല്ലാ സമയത്തും അത് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും എന്ന്, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് കരുതാൻ പറ്റില്ല. കാരണം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ധൃതിയിൽ അവർ ക്വാളിറ്റിയിൽ വല്ല ഡിറ്റീരിയറേഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇൻസെൻറ്റീവ് സ്കീമിന് ഇറ്റ് ഹാവ് എ ഡ്യൂബിയസ് വാല്യൂ ഫോർ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് കൂടുന്നതിൽ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് അതിന് വരുന്ന ചിലവുകൾ കൂടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചില ആളുകളുടെ വാദം. ഓക്കെ, അതുപോലെ തന്നെ വെൻ ദ എംപ്ലോയീസ് സ്റ്റാർട്ട് റിസീവിംഗ് pretty good amount as incentive, they develop a tendency to consider this earning as normal. If the incentive discontinued, then they agitate for its revival, posing difficulties for management. അതായത് നമുക്ക് ചില ഇങ്ങനെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പോൾ അത് നോർമലി അവരുടെ വേജസ്, അവരുടെ ഏർണിങ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഏർണിങ്സ് കൂട്ടുമ്പോൾ ചില സമയത്ത് കമ്പനിക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി കുറയുമ്പോൾ, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സിൽ കട്ട് ചെയ്യുന്ന സമയത്ത്, അതൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് വലിയ പ്രശ്നത്തിലേക്കായിരിക്കും ലീഡ് ചെയ്യുക. കാരണം ഇൻസെൻറ്റീവ്സും കൂടെ കിട്ടിയിട്ടുള്ള ആ വേജസ് അവർ നോർമൽ വേജസ് ആയിട്ട് അവർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ വല്ല കുറവും വരുമ്പോൾ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, അതുപോലെ ഫോർ ഇൻക്രീസിങ് ദെയർ ഏർണിങ്സ് ത്രൂ ഇൻസെൻറ്റീവ് സ്കീംസ് എംപ്ലോയീസ് സ്റ്റാർട്ട് ഓവർ വർക്കിംഗ് ആൻഡ് ഡു നോട്ട് റെസ്റ്റ്. അപ്പം എംപ്ലോയീസിൻ്റെ ഓവർ വർക്കിംഗ് ചില നെഗറ്റീവായിട്ട് പ്രശ്നങ്ങൾ, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഈസ് യെറ്റ് അനദർ പ്രോബ്ലം. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് എത്രയാണ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏതൊരു ഓർഗനൈസേഷൻസിലും രണ്ട് ടൈപ്പ് വർക്കേഴ്സാണ് ഉണ്ടാവുക. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരും മറ്റുള്ള കൂട്ടർ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ആയിരിക്കും. ഓക്കെ, സോ ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ കേസിൽ ഫാസ്റ്റ് വർക്കേഴ്സിന് നന്നായിട്ട് ഇൻസെൻറ്റീവ്സ് റിസീവ് ചെയ്യും. പിന്നെ അതേസമയം അതായത് ഗ്രൂപ്പ് ഇൻസെൻറ്റീവ് സ്കീംസിൻ്റെ കേസിൽ ഗ്രൂപ്പിൽ ഫാസ്റ്റ് വർക്കേഴ്സ് ഉണ്ടായിരിക്കും, സ്ലോ വർക്കേഴ്സ് ഉണ്ടായിരിക്കും.
അപ്പോൾ ഫാസ്റ്റ് വർക്കേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഓവറോൾ ആ ഗ്രൂപ്പിലുള്ള ടോട്ടൽ മെമ്പേഴ്സിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്ന വർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് കുറവായിരിക്കും. അങ്ങനെ ഒരു പ്രോബ്ലം, അപ്പോൾ അത് ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇൻസെൻറ്റീവ് സ്കീംസിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പ്രീ റിക്വിസിറ്റ്സ് ഓഫ് സൗണ്ട് ഇൻസെൻറ്റീവ് സ്കീംസ്. ഒരു നല്ലൊരു ഇൻസെൻറ്റീവ് സ്കീം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് പ്ലാൻ, അതിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇൻസെൻറ്റീവ് പ്ലാൻ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ഒന്നാമത്തെ കാര്യം പ്രോപ്പർ ക്ലൈമറ്റ്. ഓക്കെ, വേജ് ഇൻസെൻറ്റീവ് പ്ലാൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരണമെങ്കിൽ ആ ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ടുള്ളൊരു ക്ലൈമറ്റ് വേണം. ക്ലൈമറ്റ് എന്ന് പറയുന്നത് വർക്കിംഗ് എൻവയോൺമെൻറ്റ്, എംപ്ലോയീസിന് വർക്ക് ചെയ്യാനുള്ള എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, അതൊക്കെ നന്നായിട്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഇൻസെൻറ്റീവ് സ്കീം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ട്രേഡ് യൂണിയനുമായിട്ടൊരു കോപ്പറേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ കോപ്പറേഷൻ ഓഫ് വർക്കേഴ്സിൻ്റെ കോപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. ദെൻ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വർക്കേഴ്സിൻ്റെയും അതേപോലെ തന്നെ അവരുടെ യൂണിയൻ്റെയും കൺസൾട്ടേഷനും കൂടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ്സ്, ഒരു സയൻറ്റിഫിക് മെഷർമെൻറ്റ് അതിലുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് സിംപ്ലിസിറ്റി. ഇൻസെൻറ്റീവ് സ്കീം എപ്പോഴും സിമ്പിളായിരിക്കണം. പലതരത്തിലുള്ള ഇൻസെൻറ്റീവ് സ്കീംസ് ഉണ്ട്, നമ്മൾ ഇനി അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇൻസെൻറ്റീവ് സ്കീം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളായിരിക്കണം. ദെൻ ഇക്വിറ്റബിൾ, എല്ലാവർക്കും ഈക്വൽ ആയിരുന്ന, അതായത് അവർ വർക്ക് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള റിവാർഡ് ആയിരിക്കണം കിട്ടുന്നത്. ദെൻ ഫ്ലെക്സിബിൾ, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ ലെസ് കോസ്റ്റ്ലി, വളരെയധികം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്ന തരത്തിലാവരുത് ഇൻസെൻറ്റീവ് സ്കീം. അതേസമയം കോസ്റ്റ് വളരെ കുറഞ്ഞ രീതിയിൽ എന്നാൽ പ്രൊഡക്ടിവിറ്റി കൂടുന്ന രീതിയിലായിരിക്കണം പിന്നെ ഇൻസെൻറ്റീവ് സ്കീം. അതുപോലെ വൈഡ് കവറേജ്, അതായത് ഇൻഡയറക്റ്റ് വർക്കേഴ്സ്, സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഹെൽപ്പേഴ്സ്, അങ്ങനെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇൻസെൻറ്റീവ് സ്കീം. പിന്നെ ഇൻസെൻറ്റീവ് സ്കീം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നല്ലൊരു പ്രിപ്പറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ ഗ്യാരണ്ടി മിനിമം വേജസ്. ഓക്കെ, ദെൻ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഇൻസെൻറ്റീവ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അവരാവശ്യമുള്ള രീതിയിൽ, അതായത് മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ദെൻ സീലിംഗ് ഓൺ ഏർണിങ്സ്, അതായത് മാക്സിമം എമൗണ്ട് എത്രയായിരിക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനൊരു സയൻറ്റിഫിക് ഫിക്സേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ മാക്സിമം ലെവൽ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യും. ദെൻ ഗ്രീവൻസ് സെറ്റിൽമെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റണം. ദെൻ ടൈംലി പേയ്മെൻറ്റ് നടത്തണം. വെറുതെ പേയ്മെൻറ്റ് അതാത് സമയത്ത് മന്ത്ലി ഒക്കെ പേ ചെയ്യാൻ പറ്റണം ഇൻസെൻറ്റീവ്സ്. അല്ലാതെ മൊത്തത്തിൽ അരിയറായിട്ടൊക്കെ വലിയൊരു എമൗണ്ട് കൊടുക്കുന്നതിന് പകരം ഓരോ കൃത്യമായിട്ടുള്ള സാലറി പേയ്മെൻറ്റിനോടൊപ്പം തന്നെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഇൻസെൻറ്റീവ്സ്. അതുപോലെ തന്നെ റിവ്യൂ റേറ്റ്സ്, ഈ റേറ്റുകളൊക്കെ പീരിയോഡിക്കലി റിവ്യൂ ചെയ്യണം. അതായത് എക്കണോമിക് ഇപ്പോഴുള്ള നമ്മളുടെ പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതിനനുസരിച്ചിട്ട്, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ഇൻസെൻറ്റീവ് സ്കീംസിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ ഫോളോ അപ്പ് എന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ടുള്ള റിവ്യൂ പിന്നെ എല്ലാ തലത്തിലും നമ്മുടെ ഓർഗനൈസേഷനിൽ എല്ലാ തരത്തിലും ഉണ്ടായിരിക്കണം. അതിനുള്ള എല്ലാ സ്റ്റെപ്സുകളും ഉണ്ടാവണം. കാരണം എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതിൽ വല്ല മിസ്റ്റേക്സുകൾ, പ്രീവിയസ് ഇൻസെൻറ്റീവ് സ്കീംസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ കഴിയണം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇൻസെൻറ്റീവ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് പ്ലാനിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രീ റിക്വസിറ്റ്സ്. ഓക്കെ.